ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ഖരമാലിന്യ നീക്കത്തിൽ നിന്ന് റോയൽ വെസ്റ്റേൺ എന്ന കമ്പനിയെ കോർപ്പറേഷൻ ഒഴിവാക്കി. കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. കരാർ ലംഘനം നടന്ന സാഹചര്യത്തിൽ കമ്പനിയെ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കാനും നഷ്ടം ഈടാക്കാനുമാണ് തീരുമാനമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ചേലോറയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇവിടെ ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ ആർക്കും യാതൊരു ഭയമില്ല. കാരണം വളരെ കൃത്യമായ നിയമ നടപടിയിലൂടെ തന്നെയാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ ബന്ധപ്പെട്ട കരാർ കാലാവധി കഴിഞ്ഞപ്പോൾ തീർച്ചയായും കരാർ കാലാവധി പുതുക്കാൻ വേണ്ടി കരാറുകാരന് കത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ കൃത്യമായി തീരുമാനങ്ങളിലൂടെ കൈക്കൊള്ളാൻ വേണ്ടി അജണ്ടയായി തന്നെ വെച്ചിട്ടുള്ളത്. ഭയമുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമുക്ക് പോകേണ്ടതില്ല. നമ്മുടെ മടിയിൽ കനമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ സുതാര്യമാണ്. ഇവിടെ ഇല്ലാത്ത മുഖമ ഇലക്ഷൻ വരാൻ വേണ്ടി പോകുമ്പോൾ സമരദാഹികൾ നടത്തുന്ന നാടകങ്ങൾ മാത്രമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുന്നതാണ് പറയാനുള്ളത്. ഇവിടെ ബന്ധപ്പെട്ട ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ഇതുവരെ ബന്ധപ്പെട്ട കോർപ്പറേഷൻ കത്ത് നൽകിയിട്ട് മറുപടി നൽകാത്തതിനാൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുവാനും നിയമ നടപടികൾക്കുമായി ഇവിടെ ശുപാർശ ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഓഡിറ്റ് സൂചിപ്പിച്ചതോടെ 1,77,00,000 രൂപയുടെ അധികം തുക കൊടുത്തു എന്നാണ് ഓഡിറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മെഷീനറീസ് അവിടെ സീസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കും ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ഇവിടെ ചുമതലപ്പെടുത്തുന്നു. ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വളരെ സുതാര്യമായി കൗൺസിലിനെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 15 ദിവസമായിട്ട് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ മുമ്പിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സമരം നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരമൊരു സമരം നടക്കുന്നതായി പോലും കാണാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോഴും ആ സമരം അതിന്റെ ആവശ്യവും LDF ഉന്നയിച്ച ആവശ്യവും ജനങ്ങളുടെ ഇടയിൽ അതിനുണ്ടായിട്ടുള്ള ഒരു പ്രതികരണവും തന്നെയാണ് ഏതായാലും ഇത്തരം ഒരു അജണ്ടയിലേക്ക് എത്തിച്ചേരാൻ ഈ ഭരണ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. വൈകിയായിട്ടാണെങ്കിലും വിവേകം ഉദിച്ചാൽ ആ വിവേകത്തെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർന്ന് ആവശ്യപ്പെടാനുള്ളത് ഈ ടെർമിനേറ്റ് ചെയ്യാനുള്ള തീരുമാനത്തോടൊപ്പം അതിൽ വിശദമായിട്ടുള്ള കുറിപ്പുകളൊന്നും തന്നെ കണ്ടില്ല. ഇവിടെ ഫയൽ പരിശോധിക്കുമ്പോഴും മറ്റ് കുറിപ്പുകളൊന്നും തന്നെ അതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കേവലം ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടം അവരിൽ നിന്ന് ഈടാക്കുന്നതിന് വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 1.25 കോടിയോളം രൂപ വില വരുന്ന ഒരു ഉപകരണം ഉൾപ്പെടെയുള്ള അവരുടെ കുറെ ഉപകരണങ്ങൾ ഇപ്പോൾ അവിടെ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഉപകരണങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല, അത് തീരുമാനമായിട്ട് തന്നെ എടുക്കണം. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ചേലോറയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് റോയൽ വെസ്റ്റേൺ കമ്പനിയുമായുള്ള കരാർ കോർപ്പറേഷൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ കൗൺസിലിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കോർപ്പറേഷന്റെ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഖരമാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് 1.77 കോടിയുടെ അഴിമതി നടന്നതായ ആരോപണമാണ് ഉയർന്നിരുന്നത്. കരാർ കമ്പനിയായ പൂനെ ആസ്ഥാനമായുള്ള റോയൽ വെസ്റ്റേൺ പ്രൊജക്ട് എന്ന കമ്പനിക്കാണ് കോർപ്പറേഷൻ മാലിന്യ നീക്കത്തിന് കരാർ നൽകിയിരുന്നത് 31/12/23. അതായത് കഴിഞ്ഞ വർഷം തന്നെ ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ഈ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യണം എന്നായിരുന്നു കരാർ. എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞിട്ടും ഈ മാലിന്യം നീക്കിയില്ല. മാത്രമല്ല, മാലിന്യ നീക്കത്തിന്റെ അളവ് കൂടുതലായി കാണിച്ച് 1.77 കോടി രൂപ അധികമായി കൈപ്പറ്റുകയും ചെയ്തു. ഇത് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതോടെയാണ് സംഭവം വലിയ വിവാദമായി മാറിയത്. LDF ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് നടന്ന ഈ കൗൺസിലിൽ കമ്പനിക്കെതിരെ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. ഇത് അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. റോയൽ വെസ്റ്റേൺ പ്രൊജക്ടുമായി ഉള്ള കരാർ അവസാനിപ്പിക്കാനാണ് കൗൺസിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കരാർ പുതുക്കാനും മെയ് 31-നകം മാലിന്യം നീക്കാനും കമ്പനിക്ക് നേരത്തെ കൗൺസിൽ കത്ത് നൽകിയിരുന്നു. LDFന്റെ ശക്തമായ എതിർപ്പിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് നൽകിയത്. പക്ഷേ അതിനും കോർപ്പറേഷന് ഒരു വാദമുണ്ടായിരുന്നു. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന
എന്നാണ് അന്ന് മേയർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. ആ കത്തിന് മറുപടി ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കരാർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ ഇന്ന് കൗൺസിലിനെ അറിയിച്ചു. കോർപ്പറേഷനുണ്ടായ നഷ്ടം കമ്പനിയിൽ നിന്ന് ഈടാക്കണമെന്ന് LDF അംഗം N സുകന്യ ആവശ്യപ്പെട്ടിരുന്നു. കമ്പനിയുടെ മെഷീനുകൾ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലുണ്ട്, അത് വിട്ടുകൊടുക്കരുതെന്നും N സുകന്യ ആവശ്യപ്പെട്ടിരുന്നു. LDFന്റെ ശക്തമായ ആവശ്യമായി ഇത് കൗൺസിലിൽ വരികയും ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷും ഈ ആവശ്യം കൗൺസിൽ മുമ്പാകെ ഉന്നയിച്ചു. N സുകന്യയുടെ വാദത്തെ അദ്ദേഹവും പിന്താങ്ങി. കരാർ അവസാനിപ്പിച്ച കമ്പനിയിൽ നിന്ന് നഷ്ടം ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിലും വ്യക്തമാക്കി. മെഷീനുകൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മേയർ കൗൺസിലിനെ അറിയിച്ചു. ഒരഴിമതിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നും മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോർപ്പറേഷന് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല എന്നതിന്റെ തെളിവാണ് ഈ തീരുമാനം, കരാർ റദ്ദാക്കാനുള്ള ഈ തീരുമാനമെന്നും മേയർ പറഞ്ഞു. അഴിമതിക്കെതിരെ LDF 15 ദിവസമായി നടത്തുന്ന സമരത്തിന്റെ വിജയമാണ് ഇതെന്നും N സുകന്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കണ്ണൂർ കോർപ്പറേഷന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് LDF അനിശ്ചിതകാല സമരം നടത്തി വരികയാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് N സുകന്യ ഇക്കാര്യം പറഞ്ഞത്. വലിയ ജനരോഷം ഈ വിഷയത്തിൽ ഉണ്ടായി. LDF അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതോടെയാണ് ഈ കരാർ റദ്ദാക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നും N സുകന്യ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമുള്ള സമരം എന്നായിരുന്നു ഇതേക്കുറിച്ച് മേയറുടെ വിമർശനം. LDF നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരം അത് ഈ കൗൺസിലിന്റെ ഈ തീരുമാനത്തോടുകൂടി അവസാനിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഈ വിവാദ കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുക്കരുത് എന്നായിരുന്നു LDFന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഈ ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ LDFന്റെ അനിശ്ചിതകാല സമരം ചൊവ്വാഴ്ച തന്നെ പിൻവലിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അർജുൻ.